അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവസാനിച്ചത് പുള്ളിക്കാരൻ എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താണെന്നും പിന്നെ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെയാണ്. അങ്ങനെ അവനെയും വിളിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ നേരെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ദേ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ ദേ ഈ 2 പാക്കറ്റുകൾ തരുന്നത് കേട്ടോ. ദേ ഈ കവറിലുള്ള സാധനം എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ കോളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ കല്യാണത്തിന് ഒരു ഗിഫ്റ്റായിട്ട്, അതായത് പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. ഒറിജിനൽ ആറന്മുള കണ്ണാടിയാണ് കേട്ടോ. പുള്ളിക്കാരൻ ആ നാട്ടുകാരനെങ്ങാണ്ടാണ്. അപ്പോൾ ആള് ഞങ്ങൾക്ക് വെഡ്ഡിങ് ഗിഫ്റ്റായിട്ട് തന്നൊരു സാധനമായിരുന്നു ഇത് ഞാൻ വീഡിയോ കോളിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും കാലമൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ആറന്മുള കണ്ണാടിയെ പറ്റി അറിയാലോ, അതിൻ്റെ ഒരു ലോഹോ അങ്ങനെ എന്തൊക്കെയാണെന്ന് എനിക്കതിനെ പറ്റി വലിയ ധാരണയില്ല. പക്ഷേ ഇത് സംഭവം അടിപൊളിയാട്ടോ. നമ്മുടെ ഫേസൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. പിന്നെ തുടയ്ക്കാനുള്ള ഒരു തുണി ഉണ്ടായിരുന്നു. ഇനി അടുത്തതാണ് എനിക്ക് ശരിക്കും സർപ്രൈസ് ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. ഞാൻ ഈ അടുത്ത് അനിയത്തിക്ക് ഒരു സ്മാർട്ട് വാച്ച് ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ സ്മാർട്ട് വാച്ച് വാങ്ങുന്ന സമയത്തൊക്കെ ഞാൻ ഇവരോട് പറയുന്നുണ്ടായിരുന്നു, ആക്ച്വലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്മാർട്ട് വാച്ച് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ്, ഞങ്ങൾ രണ്ടുപേരും ഇത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ. ആൻഡ് അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ടായിരുന്നു അന്ന് ഞാനത് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കും സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ടെന്നും അല്ലെങ്കിൽ അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണെന്നും മനസ്സിലാക്കിയിട്ട് എനിക്ക് വളരെ സർപ്രൈസ് ആയിട്ട് വാങ്ങി തന്നതായിരുന്നു കേട്ടോ ദേ ഈ ഫാസ്റ്റ് ട്രാക്കിൻ്റെ സ്മാർട്ട് വാച്ച്. ഞാൻ എൻ്റെ ആഗ്രഹം ചുമ്മാ ക്യാഷ്വലായി പറഞ്ഞത് പുള്ളിക്കാരൻ ഇത്രയും സീരിയസ് ആയിട്ട് എടുത്തിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അതിൻ്റെ മുഖത്ത് കാണാനുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊരു 11 മണിയായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ദേ ഇവൾക്ക് പോളിയോ കൊടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഇപ്പം നല്ല ചിരിച്ച് കളിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ കാവടി തുള്ളി വരാഞ്ഞാൽ മതി. അവളുടെ കുട്ടുമാമ പോയതിന് ശേഷം പിന്നെ അവളെ പുറത്തിറക്കുന്നത് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ കാറൊക്കെ എടുത്ത് കുട്ടുമാമയുടെ കൂടെ പോകുമ്പോൾ അവൾ എന്തൊക്കെയോ സന്തോഷത്തിലായിരുന്നു കേട്ടോ. പക്ഷെ അവൾക്കറിയില്ലല്ലോ അവളെ കുത്തിവെക്കാനോ കൊണ്ടുപോകുന്നതെന്ന്. ഹെൽത്ത് സെൻ്ററിലേക്ക് ജസ്റ്റ് 5 മിനിറ്റ് ദൂരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ ഇന്നലത്തെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ദേ ഇത്ര നേരമായിട്ട് ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് കണ്ണ് വീഴുന്നു തുടങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇങ്ങോട്ട് കൂടെ വന്നു. അങ്ങനെ ചേച്ചി ടോക്കൺ എടുക്കാൻ പോയി. ഞങ്ങൾ 3 പേരും കൂടെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. കുറേ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അവൾ കുട്ടികളുടെ കൂടെ എന്തോ ടൂറിന് വന്ന കണക്കൊക്കെയുള്ള ഹാപ്പിനെസ് ആയിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുത്തിവെപ്പിന് കൊണ്ടുപോയി. പിന്നെ അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആളുടെ സ്വഭാവം മാറി. ആളാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ കരഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ എന്താ പൂസ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിങ്ങനെ ഓർത്തോർത്ത് കരയുന്ന കണക്കായിരുന്നു കേട്ടോ. എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഓർത്ത് കരയുമായിരുന്നേ. എനിക്കപ്പോഴത്തേക്കും ഉറക്കം കിട്ടാഞ്ഞിട്ട് കണ്ണൊക്കെ ഇങ്ങനെ ഒരുമാതിരി വീഴുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയും പെട്ടെന്ന് വീടെത്തിയാൽ മതി എന്നുള്ളൊരു റേഞ്ചിലായിരുന്നു ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ചേച്ചിക്ക് ടൈലറുടെ അടുത്ത് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി അങ്ങോട്ടേക്ക് പോയി. ഞങ്ങൾ 3 പേരും കൂടെ കാറിൽ തന്നെ ഇരുന്നു. എനിക്ക് പുറത്തിറങ്ങാനുള്ള അവധി പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ടിൽ ദെൻ ബൈ.